നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്തു പോലീസ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കിഴക്കേ നടയിൽ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. കൃഷ്ണഭക്ത എന്ന നിലയിൽ നേരത്തെ വൈറലായിരുന്നു ജസ്ന സലീം. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച് പ്രചരിപ്പിച്ചിരുന്നു. സംഭവത്തിൽ ഗുരുവായൂർ ക്ഷേത്രം നൽകിയ പരാതിയിൽ ഹൈക്കോടതി ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ള ഇടമാണ്. അവിടെ വെച്ച് ഇത്തരത്തിൽ ചിത്രങ്ങളെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി നിലപാടെടുത്തു. പിന്നാലെയാണ് ജസ്ന കഴിഞ്ഞ മാസം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തുള്ള കാണിക്കയ്ക്ക് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തുള്ള ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്നായിരുന്നു ജസ്നയ്ക്കെതിരായ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പരാതി. കഴിഞ്ഞ മാസമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ജസ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് കേസെടുത്തത്. കഴിഞ്ഞ മാസം ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് നടന്ന സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിലാണ് ടെമ്പിൾ പോലീസ് കേസെടുത്തത്. ജസ്ന സലീം മുൻപ് ക്ഷേത്ര നടപ്പുരയിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പരാതി എത്തിയിരുന്നു. അന്ന് നടപ്പുരയിൽ വീഡിയോ ചിത്രീകരണം വിലക്കി ഹൈക്കോടതി നിർദ്ദേശം നൽകി. മതപരമായ ചടങ്ങുകളോ വിവാഹങ്ങളോ ഒഴികെ നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കരുതെന്നായിരുന്നു നിർദ്ദേശം. ഈ വിലക്ക് നിലനിൽക്കുമ്പോൾ വീണ്ടും ചിത്രീകരണം നടത്തി പ്രചരിപ്പിച്ചതിനാണ് കേസ്. മതസ്പർദ്ധ, കലാപമുണ്ടാക്കാനുള്ള ശ്രമം, കോടതി നിർദ്ദേശം ലംഘിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തതെന്ന് ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ്കുമാർ പറഞ്ഞു. ചിത്രകാരിയാണ് ഈ ജസ്ന സലീം. കൃഷ്ണഭക്ത എന്ന നിലയിൽ സമൂഹമാധ്യമങ്ങളടക്കം ശ്രദ്ധയാകർഷിച്ച വ്യക്തി കൂടിയാണ്. താമരശ്ശേരിയിലെ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ജസ്നയെ ചെറുപ്പത്തിൽ വീട്ടുകാർ കണ്ണ എന്ന് വിളിച്ചിരുന്നു. അതൊരു തമാശയും കളിയാക്കലും മാത്രമായിരുന്നു. അതുവരെ കണ്ണന്റെ ചിത്രങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ജസ്നയ്ക്ക് വിവാഹം കഴിഞ്ഞ് കൊയിലാണ്ടിയിലെത്തിയപ്പോൾ ഭർത്താവ് സലീമാണ് ഉണ്ണിക്കണ്ണന്റെ ചിത്രം കാണിച്ചു കൊടുത്തത്. പിന്നീട് എവിടെ കണ്ണന്റെ ചിത്രം കണ്ടാലും ശ്രദ്ധിക്കുമായിരുന്ന ജസ്നയുടെ ആദ്യത്തെ ചിത്രം പിറന്നത് വീട് നിർമ്മാണ സമയത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിൽ നിന്നാണ്. പത്രത്തിൽ വന്ന ഒരു ചിത്രം നോക്കി വരയ്ക്കുകയായിരുന്നു. ചിത്രം ഭർത്താവിനെ ഇഷ്ടപ്പെട്ടുവെങ്കിലും വീട്ടുകാർ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നതിനാൽ നശിപ്പിച്ചു കളയാൻ ഉപദേശിച്ചു. എന്നാൽ ആദ്യമായി വരച്ച ചിത്രം നശിപ്പിക്കാൻ തയ്യാറാകാതിരുന്ന ജസ്ന ചിത്രത്തിലെ താമരശ്ശേരിയിലെ ഒരു നമ്പൂതിരി കുടുംബത്തിന് സമ്മാനിച്ചു. ഇതൊരു സൗഭാഗ്യമായി അനുഭവപ്പെട്ട നമ്പൂതിരിയിലൂടെ മുസ്ലിം യുവതി കണ്ണനെ വരച്ച കഥ നാടുനീളെ പരന്നു. പലരും ചിത്രം വരച്ചു നൽകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ജസ്ന കണ്ണന്റെ വരയിൽ മുഴുകുന്നത്. 6 വർഷമായി 500-ലേറെ ചിത്രങ്ങളൊക്കെയായിരുന്നു ഈ ജസ്ന വരച്ചിരുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കുളനട ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് കണ്ണന്റെ ചിത്രം നേരിട്ട് സമർപ്പിക്കാനുള്ള അവസരമൊക്കെ ജസ്നയെ തേടിയെത്തിയിരുന്നു. ഇതോടെയാണ് ജസ്നയുടെ ചിത്രങ്ങൾ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിയത്. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾക്കും ജസ്ന ചിത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സ്വന്തം മാതാപിതാക്കളുടെ പിന്തുണയിലാണ് ജസ്ന കണ്ണന്റെ ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നത്. എന്നാൽ സ്വന്തം കുടുംബത്തിലെ പലരും മറ്റു പലർക്കും ഇത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിഞ്ഞിട്ടില്ലെന്നും ജസ്ന പ്രതികരിച്ചിരുന്നു. എന്നാൽ ഒരു കലാകാരി എന്ന നിലയിൽ അവരെ അംഗീകരിച്ച് കേരളത്തിലുള്ളവർ രംഗത്തെത്തിയപ്പോൾ ക്ഷേത്ര നടപ്പുരയിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചത് വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപ്പുരയിൽ വീഡിയോ ചിത്രീകരണം വിലക്കി ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. എന്നാൽ അതും ലംഘിച്ചാണ് വീണ്ടും കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തുള്ള കാണിക്കയ്ക്ക് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തിയ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. ഇത് സംബന്ധിച്ച് ചില കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. മനസ്സിനൊരു സന്തോഷം, കുറച്ച് ഓവറായിരുന്നു. എല്ലാം ദേവസ്വം ബോർഡിനും ഹൈക്കോടതിക്കും അഭിനന്ദനങ്ങൾ. പ്രശസ്തിക്ക് വേണ്ടി എന്ത് കോപ്രായവും കാണിക്കാനുള്ള സ്ഥലമല്ല ആരാധനാലയങ്ങൾ. കോടതിക്ക് അഭിനന്ദനങ്ങൾ. ഇവരെന്താണ് കരുതിയത്? ആരും ചോദിക്കാനില്ലെന്നാണോ കരുതിയിരുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നന്ദി അറിയിക്കുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊന്നും ദേവസ്വം ബോർഡ് അധികാരികൾ ശ്രദ്ധിക്കുന്നില്ലേ എന്ന്. ഇപ്പോൾ സന്തോഷം. എല്ലാവർക്കും തോന്നിയതുപോലെ കയറിനിറങ്ങാനുള്ളതല്ല ആരാധനാലയങ്ങൾ. ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയ്ക്ക് അഭിനന്ദനങ്ങൾ. വിശ്വാസമുണ്ടെങ്കിൽ ആരാധിച്ചോട്ടെ, ക്ഷേത്രത്തിൽ വന്നോട്ടെ, പക്ഷേ പ്രഹസനം വേണ്ട. നല്ല തീരുമാനം. ആരാധന വ്യക്തിപരമായ കാര്യമാണ്. അത് മറ്റുള്ളവർക്ക് അരോചകമായി എക്സിബിഷൻ ചെയ്യുമ്പോൾ വലിയ വിപത്താണ്. ആത്മീയത അവനവന്റെ സ്വകാര്യതയാണ്, അല്ലാത്തത് കപടവും എന്നാണ് കമന്റുകളൊക്കെ ഉയർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ജസ്ന തന്റെ കൃഷ്ണ ചിത്രങ്ങൾ സമ്മാനിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം RSS കാര്യാലയം സന്ദർശിച്ച സുരേഷ് ഗോപിക്കൊപ്പം ജസ്ന നൽകുന്ന ചിത്രമൊക്കെ പുറത്തുവന്നു. ഇതിനിടെ മറ്റൊരു വിവാദമായി മാറിയത് ഹണി ട്രാപ്പ് ഒക്കെയായിരുന്നു.
കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജസ്ന നൽകിയ പരാതിയുടെ എഫ്ഐആർ കോപ്പി സഹിതമെടുത്ത് ജസ്ന ഹണി ട്രാപ്പുകാരിയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു ആ ഒരു സൈബർ ആക്രമണമൊക്കെ നടന്നത്. ഇതിന് വിശദീകരണവുമായി ജസ്നയും രംഗത്ത് വന്നു. താൻ കൃഷ്ണഭക്തയാണെന്നും സ്വഭാവദൂഷ്യം ആരോപിക്കുന്നത് ആസൂത്രിതമായ ആക്രമണത്തിന്റെ ഭാഗമാണെന്നുമൊക്കെയാണ് ജസ്ന അന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിച്ചത്. 2019 തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരാൾക്കെതിരെ കൊടുത്ത കേസാണ് ഹണി ട്രാപ്പായി വ്യാഖ്യാനിക്കപ്പെടുന്നതെന്നാണ് ജസ്ന അന്ന് പറഞ്ഞത്. തന്റെ മകന് മദ്രസയിൽ വെച്ചുണ്ടായ ചില പീഡനങ്ങളെ തുടർന്ന് ഉണ്ടായ മെന്റൽ ട്രോമ പരിഹരിക്കാനായി എത്തിയ ഡോക്ടറാണ്. കുട്ടിയില്ലാതെ അമ്മയോട് ചില കാര്യങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കെട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്നാണ് പറയുന്നത്. തന്നെ ക്രൂരമായി ആക്രമിച്ച സൈക്കോ ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുകയാണെന്നും നിരവധി കുടുംബങ്ങൾ ഇയാൾ തകർത്തിട്ടുണ്ടെന്നും കേസിൽ പോലീസിന്റെ അനാസ്ഥയുണ്ടായി എന്നതടക്കമുള്ള അതിഗുരുതരമായ വെളിപ്പെടുത്തലൊക്കെയാണ് ഒരു അഭിമുഖത്തിൽ ജസ്ന നടത്തിയിരുന്നത്. ചില രാഷ്ട്രീയ നേതാക്കൾ പ്രതി രക്ഷിക്കുകയാണെന്നും ജസ്ന ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെ ജസ്ന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു. ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് അത്തോളി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് യുവതിയെ പ്രവേശിപ്പിച്ചിരുന്നത്. അമിതമായ അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യാശ്രമം നടത്തുകയായിരുന്നുവെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞിരുന്നത്. ഈ വിവാദങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കുറച്ചുകാലമായി സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടന്റ് ക്രിയേറ്ററായി ജസ്ന മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു കേസും ഉണ്ടായത്. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ അട്ടപ്പാടിയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു. അട്ടപ്പാടി മേലയിലുള്ള സ്വദേശിനിയായ സംഗീതയുടെ പെൺകുഞ്ഞിനെയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റൊരു യുവതി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിനിയായ നിമ്മിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടത്തറ ആശുപത്രിയിൽ വെച്ചാണ് കുഞ്ഞിനെ കാണാതായത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംഗീത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൊട്ടടുത്ത ബെഡിൽ ഉണ്ടായിരുന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായിരുന്നു നിമ്യ. പതിയെ സംഗീതമായി സൗഹൃദം സ്ഥാപിക്കുകയും എന്തെങ്കിലും ആവശ്യത്തിന് മുറിവിട്ട് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ താൻ കുഞ്ഞിനെ നോക്കിക്കോളാമെന്നും നിമ്യ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ സംഗീത ഭക്ഷണം വാങ്ങാനായി വാർഡിൽ നിന്ന് പുറത്തുപോയ തക്കം നോക്കിയാണ് നിമ്യ കുഞ്ഞുമായി കടന്നു കളഞ്ഞത്. തിരികെ മുറിയിൽ എത്തിയപ്പോഴാണ് കുഞ്ഞിനെയും നിമ്യയും കാണാതായതായി മനസ്സിലാക്കിയത്. ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഒടുവിൽ ആനക്കൽ ഊരിൽ നിന്ന് കുഞ്ഞിനെയും നിമ്യയെയും പോലീസ് കണ്ടെത്തി. തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തി കുഞ്ഞിനെ അമ്മയ്ക്ക് കൈമാറി. കൃത്യത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമല്ല. നിമ്മയ്ക്ക് കൃത്യം നടത്താൻ പുറത്തുനിന്നും ആരെങ്കിലും സഹായം ലഭിച്ചിരുന്നുവെന്നും സംഭവത്തിന് പിന്നിൽ ഏതെങ്കിലും സംഘം പ്രവർത്തിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.